നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 നവംബർ മാസം 11-ാം തീയതി ചേർന്ന PSC കമ്മീഷൻ യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് പോലീസ് ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അന്നത്തെ കമ്മീഷൻ യോഗ തീരുമാനങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5-ാമതായി മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നിങ്ങനെയുള്ള തസ്തികയിലോട്ട് സംസ്ഥാനതലമാണ് അതിലോട്ടുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 2023 അവസാനമായിട്ട് പോലീസ് ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്നത്തെ നോട്ടിഫിക്കേഷനിൽ ഒരു വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി എന്നും മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം വീണ്ടും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു. അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് CPO ഒക്കെ പോലെ തന്നെ വർഷാവർഷം ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ഒന്നായിട്ട് പോലീസ് ഡ്രൈവർമാരാണ്. ഈ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്താണ്? ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും? മറ്റുള്ള ഡ്രൈവർ പരീക്ഷയിൽ നിന്ന് ഇതിന്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നവംബർ അവസാനത്തോടു കൂടി തന്നെ ഞാൻ ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2025 അടുത്ത വർഷം ഒരു ജൂണിന് മുമ്പ് തന്നെ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിന് പരീക്ഷ നടക്കുന്ന രീതിയിലായിരിക്കും ഇതിന് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് കടക്കുന്നതിന് മുമ്പ് നിലവിൽ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ്. ഡിസംബർ 28-നാണ് അതിന്റെ ആദ്യഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. ആ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സിലബസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ചലഞ്ചർ ആപ്പിൽ ടോപ്പിക് എക്സാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് റിവൈസ് ചെയ്യാനും ഇനി കുറച്ച് സമയം കൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒക്കെ വളരെ വേഗത്തിൽ വായിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ടോപ്പിക് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ എക്സാം ആണ്. വൈകുന്നേരം 6 മണിക്കാണ് പരീക്ഷ നടക്കുന്നത്. നാളെ സിനിമ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മറ്റന്നാൾ പ്രതിരോധം. അങ്ങനെ 7 ദിവസത്തെ ഷെഡ്യൂൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓരോ ദിവസത്തെ ടോപ്പിക് എക്സാമും അതിന്റെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പരിശീലിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പരിശീലിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോട്ടുകള്, ചോദ്യങ്ങള്, വീഡിയോ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം എത്ര മണിക്കാണോ അവിടെ സമയം കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പരീക്ഷയും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് എക്സാം നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ആപ്പിന്റെ ഹോം പേജിലുള്ള ഈ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്പിന്റെ ഹോം പേജിൽ മുകൾ ഭാഗത്ത് തന്നെ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് 10th പ്രിലിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ആ 10th പ്രിലിംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ 10th പ്രിലിംസിന്റെ ടോപ്പിക് എക്സാം ഏതാണോ അതിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അടുത്ത 7 ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഹോം പേജിലുള്ള ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ LGS അതുപോലെ തന്നെയാണെങ്കിൽ 10th പ്രിലിംസ് ഈ 2 പരീക്ഷകളുടെയും 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷകൾ രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അറ്റൻഡ് ചെയ്യുക. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷയാണ്. നിങ്ങൾക്ക് ഒരു PSC പരീക്ഷ എഴുതിയൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഡെയിലി എക്സാമിൽ നല്ല സ്കോർ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ പലപ്പോഴും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ എല്ലാവരും ഈ 2 കാര്യം ശ്രദ്ധിക്കാം. സോ ഇനി പോലീസ് ഡ്രൈവറിന്റെ കാര്യത്തോട് കിടക്കുകയാണെങ്കിൽ ഇതാണ് പോലീസ് ഡ്രൈവറിന്റെ സ്കീം ഓഫ് എക്സാം എന്ന് പറയുന്നത്. അതായത് സാധാരണ യൂണിഫോം പോസ്റ്റുകളെ പോലെ തന്നെ ഇതിനും ഒറ്റഘട്ട പരീക്ഷയുള്ളൂ. OMR എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നത്. ആ OMR എക്സാം പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. നമ്മുടെ CPOക്കും WCPOക്കൊക്കെ എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അഡീഷണലി ഇത് ഡ്രൈവിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ ടെസ്റ്റിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്, റോഡ് ടെസ്റ്റ് ആണ്. അവിടെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഈ 3 ഘട്ട സെലക്ഷൻ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പിന്നീട് മെഡിക്കലിനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ശേഷമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2023 2023 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ അവസാനത്തിൽ വന്നിട്ട് നവംബർ അവസാനം വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഒക്ടോബർ കഴിഞ്ഞു. ഇത്തവണ ഇത് നവംബർ അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്നും ഡിസംബർ അവസാനത്തോടു കൂടി അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് +2 ആണ് ഇതിന്റെ യോഗ്യത. അതായത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇല്ല, +2 മാത്രം പറ. ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിന് പുറമെ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് മസ്റ്റ് പൊസസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ് വെഹിക്കിൾസ് വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. അപ്പോ LMV
അതുപോലെ തന്നെ ആണെങ്കിൽ ഹെവി വെഹിക്കിൾസ്, ഓക്കെ, ഗുഡ്സ് വെഹിക്കിൾസ്, ഇതിനെല്ലാത്തിനുള്ള ലൈസൻസ്, അതുപോലെ തന്നെ ആണെങ്കിൽ ഡ്രൈവേഴ്സ് ബാഡ്ജ്, ഇത് നിർബന്ധമായിട്ടും ഇതിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, heavy passenger vehicles, heavy goods vehicles, which is to be proved in a practical test conducted by Kerala Public Service Commission during the course of selection. അപ്പോൾ നേരത്തെ ഞാൻ പറയുകയുണ്ടായി പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും ഹെവി പാസഞ്ചർ വെഹിക്കിൾസും ഹെവി ഗൂഡ്സ് വെഹിക്കിൾസും ഓടിക്കാൻ അറിയാം എന്നുള്ളത് ഈ പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക ടെസ്റ്റ് ഉണ്ട് എന്നും കൂടിയാണ് നോട്ടിഫിക്കേഷൻ എടുത്ത് പറയുന്നത്. ഈ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും പിന്നെ +2 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ് എനിക്കിപ്പോൾ +2 യോഗ്യതയുണ്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ പറ്റണമെന്നില്ല. കാരണം 1-2 ദിവസം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഈ ലൈസൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ബാഡ്ജ് പോലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾ നിലവിൽ സാധാരണ LMB ലൈസൻസ് മാത്രമാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹെവി ലൈസൻസിലോട്ടും അതുപോലെ തന്നെ ആണെങ്കിൽ ഗുഡ്സ് ലൈസൻസിലോട്ടൊക്കെ ഗുഡ്സ് വെഹിക്കിൾസ് ലൈസൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, പക്ഷെ അതിന് സാധ്യത കുറവാണ്. അപ്പോൾ ഇത് പിന്നെ ആർക്കാണ് മെയിനായിട്ട് ഇത് പറ്റുന്നത്? ഓൾറെഡി ഈ ഒരു ലൈസൻസും കാര്യങ്ങളും ബാഡ്ജും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ ഡ്രൈവിംഗ് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയും കൂടിയാണ് ഈ പറയുന്ന പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റുള്ള യൂണിഫോം പോസ്റ്റുകൾ പോലെ തന്നെ CPO പോലെ തന്നെയാണെങ്കിൽ 162 സെന്റിമീറ്റർ മെയിലിനും 157 സെന്റിമീറ്റർ ഫീമെയിലും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഹൈറ്റും വെയിറ്റും. സാധാരണ എന്തൊക്കെയാണോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ റിക്വയർമെന്റ്സ് വേണ്ടത് CPOക്ക്, അത് WCPOക്കും അതെല്ലാം ഈ പറയുന്ന പോലീസ് ഡ്രൈവറിന്റെ തസ്തികക്കും വേണം. ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡ്രൈവർ ഉണ്ട്, മെയിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉണ്ട്. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിന്റെ സിലബസിലോട്ട് കിടക്കുകയാണെങ്കിൽ മറ്റുള്ള പരീക്ഷയിൽ വ്യത്യസ്തമായിക്കൊണ്ട്, എസ്പെഷ്യലി CPO WCPO പരീക്ഷയിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഇതിന്റെ സിലബസിൽ അഡീഷണൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മുമ്പൊക്കെ ഡ്രൈവർ പരീക്ഷ എന്ന് പറയുമ്പോൾ 50 മാർക്കിന് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നു. അതിൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത് PSC എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ നിലവിൽ യൂണിഫോം തസ്തികൾക്ക്, അതായത് പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ പോലത്തെ അത്തരത്തിലുള്ള യൂണിഫോം തസ്തികൾക്ക് ആ തസ്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്, അതായത് ഇപ്പോൾ പോലീസ് ഡ്രൈവർ ആണെങ്കിൽ IPC CRPC പോലത്തെ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS ഒക്കെ പോലത്തെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്, CPOക്കുള്ള ആ സ്പെഷ്യൽ ടോപ്പിക്കും അഡീഷണലി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കും രണ്ടും കൂടെ ഉൾപ്പെട്ട് 50 മാർക്കിന് ചോദിക്കുന്നതാണ് രീതി. അപ്പൊ കഴിഞ്ഞ വർഷം PSC പ്രസിദ്ധീകരിച്ച പോലീസ് ഡ്രൈവറുടെ സിലബസ് പ്രകാരം ആദ്യത്തെ 50 മാർക്കിന് നമ്മുടെ ഈ പറയുന്ന ജനറൽ ടോപ്പിക്കാണ്. സാധാരണ PSC പരീക്ഷകൾക്ക് ഉണ്ടാവുന്ന ജനറൽ ടോപ്പിക്, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ഉണ്ട്. പിന്നീടുള്ള 20 മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ്, തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPC CRPC ഒക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് BNS മറ്റൊക്കെ ആയിട്ട് മാറി വരും. അതായത് ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 20 മാർക്ക്. പിന്നീട് 30 മാർക്ക് ആണെങ്കിൽ ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് 30 മാർക്ക്. ഇങ്ങനെ മൊത്തം 50 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യുന്ന ആളുകളാണ് പിന്നീട് ഫിസിക്കൽ ടെസ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 50 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നോട്ടിഫിക്കേഷൻ എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ PSC ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി ഈ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ കോഴ്സ് പേജിൽ ഡ്രൈവർ എന്ന് പറയുന്ന ടൈറ്റിലിന് താഴെ വിവിധ തരത്തിലുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. സാധാരണ ഡ്രൈവർ, പരീക്ഷയുടെ ഡ്രൈവർ ഉണ്ട്, പോലീസ് ഡ്രൈവർ ഉണ്ട്, ഫയർമാൻ ഡ്രൈവർ ഉണ്ട്. അപ്പൊ ഇതിൽ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന ഈ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള അതിന്റെ നോട്ടുകളും വീഡിയോ ക്ലാസ്സുകളും പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും മോഡൽ എക്സാംസും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വിത്ത് എക്സ്പ്ലനേഷൻ വിത്ത് PDF എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന കോഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. മാത്രമല്ല പോലീസ് ഡ്രൈവർ കോഴ്സിന് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക മെന്റർഷിപ്പ് ബാച്ച്, അതായത് ഗോൾഡ് ബാച്ച് നമ്മൾ ചലഞ്ചർ ആപ്പിൽ ആരംഭിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് ബാച്ച് ആരംഭിക്കുന്നത്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കാം. ഫയർമാൻ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന യോഗത്തെ തീരുമാനങ്ങളിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. വരുന്ന യോഗങ്ങളിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. എന്തായാലും ഇതിന്റെ കാലാവധി 1 വർഷമായിരുന്നു. ഇതിന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ്.